അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇനി ഞാനും റോഷും കൂടെ മജ്ബൂസ് ഉണ്ടാക്കാണ്. കാണിച്ചു തരാം. റോഷു എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ഇപ്പം വേണ്ട അരി ബാസ്മതി അരിയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. നമ്മള് 1 കിലോ ചിക്കൻ. ഓക്കെ. അത് നമ്മള് എന്താ പറയാ ലഗൻ തൈ. ഓക്കെ. അത് പിന്നെ ഉള്ളി ഉണ്ട്, തക്കാളി ഉണ്ട്, ഒരു ഡ്രൈഡ് ലെമൺ ഉണ്ട്. ഓക്കെ, സെറ്റ്. പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ. നമ്മൾ അരി കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. 3 ഗ്ലാസ് അരി, 5 ഗ്ലാസ് വെള്ളം. ഈ റേഷ്യോ ആണ് ആയിഷ കിച്ചണിലെ ആയിഷ ചേച്ചി റോഷുവിനടുത്ത് പറഞ്ഞെന്നാ ഞാൻ അറിഞ്ഞത് കേട്ടോ. എന്തായാലും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി മെല്ലെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. നല്ല നെയ്യിലിട്ടിട്ടാണ് പൊരിക്കുന്നത്. എല്ലാ ആഴ്ചയിലും ഞാൻ, ഹരീഷേട്ടൻ, കാർത്തു, റോഷു, ഉണ്ണി ഈ 5 പേര് ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഏർപ്പെടാറുണ്ട് കേട്ടോ. ഇന്നെന്തായാലും ഞാനും ഉണ്ണിയും റോഷുവും മാത്രമേ ഉള്ളൂ. ഹരീഷേട്ടനും കാർത്തും നാട്ടിലാണ്. അങ്ങനെ ഫ്രൈയിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പകുതിയായപ്പോൾ ഉണ്ണി വന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം ഉണ്ണിയോട് കത്തിയടിച്ചിട്ട് നമ്മളിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അരി വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ചിക്കൻ പൊരിച്ച നെയ്യുണ്ടല്ലോ, അതിനകത്ത് മസാലയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അരി വേവിക്കുന്നത്. എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് മോജോയുടെ പാട്ട് ഗംഭീരമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ ബോറടിപ്പിച്ചില്ല. ഏകദേശം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും റൈസും എല്ലാം സെറ്റാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് നമ്മളതൊന്ന് മൂടി വെച്ചിട്ട് ആണ് കഴിച്ചത്. ഫുഡൊക്കെ സെറ്റായപ്പോൾ ഉണ്ണി 2-3 ഫോട്ടോ ഒക്കെ എടുക്കുക കേട്ടോ. അവൻ്റെ ഫോട്ടോ ഞാനും എടുത്തു. എന്തായാലും ഉണ്ണിയുടെ അഭിപ്രായം നല്ലതായിരുന്നു. ഞാനും കഴിച്ചു നോക്കി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. റോഷുവിൻ്റെ കൈപ്പുണ്യം കൊള്ളാം. പിന്നെ എൻ്റെ കട്ടിങ്ങും കൂടി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വേറെ ദിവസം കാണാം കേട്ടോ. ഗുഡ് ബൈ.